my channel. This is Alvin Roy. First of all, thank you for all the 200 subscribers that joined with us in this beautiful journey that we will be setting off. We have crossed almost 200 plus subscribers in the last 12-13 days. So the topic to which we will talk today is the thing which haunts people, almost all the individuals around the world. This problem doesn't categorize people into their ages. This problem is named or termed as overthinking. By the term itself, overthinking. ആവശ്യത്തിലധികം ചിന്തിക്കുക. Thinking is good, but overthinking can be harmful. ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഇതുപോലെ തരത്തിലുള്ള ഓവർ തിങ്കിങ്ങിൻ കൊണ്ട് ഹോണ്ട് ചെയ്യപ്പെടുകയാണെങ്കിൽ നമുക്ക് ഓവർ തിങ്കിങ്ങിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം നമുക്ക് അറിയേണ്ടത് എക്സാക്ട്ലി നമ്മളിപ്പോൾ ഓവർ തിങ്കിങ് ചെയ്യുവാണോ, ഇല്ലെങ്കിൽ വാട്ട് ഈസ് റിയലി ഓവർ തിങ്കിങ് ഈസ്, ഇല്ലെങ്കിൽ നമ്മുടെ ആ ഒരു സ്ട്രക്ചർ എങ്ങനെ ആയിരിക്കും നമ്മൾ കൈൻഡ് ഓഫ് റിയലൈസ് ചെയ്യുന്നത്. യെസ്, ഐ ആം ആൻ ഓവർ തിങ്കർ, ആവശ്യമുണ്ടോ ഈ ഒരു ടോപ്പിക്കിൻ്റെ. സോ നമുക്ക് ഫസ്റ്റ് അത് അനലൈസ് ചെയ്യണമെങ്കിൽ നമുക്ക് അറിഞ്ഞിരിക്കണം എന്താണ് ഓവർ തിങ്കിങ്. സോ ലെറ്റ്സ് നോ വാട്ട് ഈസ് ഓവർ തിങ്കിങ് ഫസ്റ്റ്. ഓവർ തിങ്കിങ് എന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരു ഗിവൻ പെർട്ടിക്കുലർ സിറ്റുവേഷനിലോ അല്ലെങ്കിൽ ഒരു പ്രോബ്ലമിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ തിങ്ങിൻ്റെ മണ്ടയ്ക്ക് നമ്മൾ ആവശ്യത്തിനധികം ചിന്തിച്ച് അതിനെ നമ്മുടെ മൈൻഡിൽ ഒരു ലൂപ്പ് പോലെ നമ്മൾ സെറ്റ് ചെയ്ത് അതിൽ കുരുങ്ങിപ്പോകുന്നതിനെയാണ് ആക്ച്വലി ഓവർ തിങ്കിങ് എന്ന് പറയുന്നത്. അറ്റ് ദ സെയിം ടൈം നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം, നമുക്ക് കിട്ടിയിരിക്കുന്ന സിറ്റുവേഷനിൽ അല്ലെങ്കിൽ ആ ഒരു തിങ്ങിന് ചേഞ്ച് ഉണ്ടാവുന്നില്ല. നമ്മൾ അതിൻ്റെ പല പാരാമീറ്റേഴ്സിലും ചിന്തിച്ച് തിങ്ക് ചെയ്യുന്നല്ലാതെ ആ ഒരു കണ്ടീഷനിലോ അതിലൊന്നും ചേഞ്ചസ് വരാത്തൊരവസ്ഥ. വെൻ വി ആർ കോൺസ്റ്റൻ്റ്ലി തിങ്കിങ് അബൌട്ട് എ പെർട്ടിക്കുലർ തിങ്, ദാറ്റ് ഈസ് ഓവർ തിങ്കിങ്. ഇങ്ങനത്തെ ഒരു ലൂപ്പിൽ നമ്മൾ പെട്ട് കഴിയുമ്പോഴത്തേക്കിന് വേർ വി ആർ കോൺസ്റ്റൻ്റ്ലി തിങ്കിങ് നമുക്ക് ഒത്തിരി പ്രോബ്ലംസ് വരാറുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ ആൻസൈറ്റി നമുക്കുണ്ടാവും. കാരണം നമുക്കൊരു ചിന്തിക്കുന്ന അല്ലാതെ ഒരു പ്രോപ്പർ ഒരു ഡിസിഷനിലേക്ക് നമുക്ക് വരാൻ പറ്റുന്നില്ല ഇവിടെ. സോ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നമ്മൾ ഒത്തിരി നാൾ നിൽക്കുകയാണെങ്കിൽ, ഇതൊരു കണ്ടിന്യൂസ് ആയിട്ട് ഒരു ഫേസ് ആയിട്ട് നമ്മുടെ ലൈഫിൽ ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഇത് കംപ്ലീറ്റ്ലി നമ്മുടെ ഡിസിഷൻ മേക്കിങ്ങിനെ ഒത്തിരിയായിട്ട് അഫക്റ്റ് ചെയ്യുന്ന ഒരു പ്രോബ്ലമാണ്. ഫോർ എക്സാമ്പിൾ നമുക്ക് പറഞ്ഞു കഴിയുമ്പോൾ നമ്മളിപ്പം സ്റ്റുഡൻസ് ആണെങ്കിൽ നമ്മൾ വിത്ത് ബുക്സ് നമ്മുടെ സ്റ്റഡി ടേബിളിൽ ഇരിക്കും, പക്ഷേ ബുക്ക് തുറന്നു വെക്കും, പക്ഷെ നമുക്ക് പഠിക്കാൻ തോന്നുന്നില്ല, നമ്മൾ വേറെ എന്തെങ്കിലും ചിന്തിക്കുകയായിരിക്കും. അങ്ങനത്തെ ഒരു പ്രോബ്ലം ഓവർ തിങ്കിങ് നമ്മുടെ എൻറ്റയർ പ്രൊഡക്ടിവിറ്റീനെ നമുക്ക് കുറച്ച് കളയും. അപ്പം ഇതുപോലത്തുള്ള ഇഷ്യൂസ് ആക്ച്വലി നമ്മുടെ മെൻ്റൽ ഹെൽത്ത് മാത്രമല്ല നമ്മുടെ ഫിസിക്കൽ ഹെൽത്തിനെ ഒത്തിരി മാറ്റർ ചെയ്യുന്ന ഒരു കാര്യങ്ങളാണ്. കാരണം ഇപ്പം നമുക്ക് നോക്കുകയാണെങ്കിൽ നല്ലോണം ഓവർ തിങ്ക് ചെയ്യുന്ന ഒരാൾക്ക് സ്ലീപ്പ് ഡെഫിഷ്യൻസി ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അവർക്ക് പ്രോപ്പറായിട്ടുള്ള സ്ലീപ്പ് കിട്ടത്തില്ല, മസിൽ ടെൻഷൻസ് എപ്പോഴും കാണും. അതുപോലെ തന്നെ ഒത്തിരി ഇതിൻ്റെ സിവിയർ കേസസിൽ നമുക്ക് ഭയങ്കര രീതിയിലുള്ള ഹെഡ് ഏക്സ് ഒക്കെ പോലെ വരും. സോ ഇതുപോലെ മെനി ഡിഫറെൻറ്റ് പ്രോബ്ലംസ് ആർ ദെയർ വിച്ച് ഹോസ് ടു ബൈ ഓവർ തിങ്കിങ്. സോ ലെറ്റ് us see now what are the reasons which overthinking is a human nature. ഇപ്പം നമ്മൾ ഹ്യൂമൻ എവല്യൂഷൻ തന്നെ ഒന്ന് ശ്രദ്ധിച്ച് നമ്മൾ അനലൈസ് ചെയ്താൽ നമുക്ക് മനസ്സിലാവും, ഹ്യൂമൻസ് ആർ നോട്ട് ദ ഫാസ്റ്റസ്റ്റ് സ്പീഷീസ് ഇൻ ദിസ് വേൾഡ്. ദേ ആർ നോട്ട് വെനമസ്. ദേ ആർ നോട്ട് ദ ബിഗ്ഗസ്റ്റ് ക്രീച്ചേഴ്സ് ഇൻ ദിസ് എൻറ്റയർ ആനിമൽ കിങ്ഡം. നമ്മുടെ സുരക്ഷയ്ക്ക് നമ്മൾ ഏറ്റവും കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്നത് നമ്മുടെ മൈൻഡിനെയാണ്. കാരണം അതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രൊട്ടക്ഷൻ ഫോഴ്സ് അഗെയിൻസ്റ്റ് ഓൾ ദീസ് തിങ്സ്, ഓൾ ദ അതർ ആനിമൽസ് വിച്ച് ആർ ഇൻ ദ നേച്ചർ. സോ ഇത് തന്നെ വൺ ഓഫ് ദ മോസ്റ്റ് പ്രൈം റീസൺസ് ആണ് വൈ ഹ്യൂമൻ റിലൈ ഓൺ മൈൻഡ് ടു മച്ച് ഇൻ തിങ്കിങ്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഒരു സെക്കൻഡ് ആസ്പെക്ട്, എന്തുകൊണ്ട് നമ്മൾ ഓവർ തിങ്ക് ചെയ്യുന്നു എന്നുള്ളത് നോക്കി കഴിയുമ്പം നമുക്ക് മനസ്സിലാവും, among most of us, we all want to look or we all want to do things in a perfectionist way. എന്നെ കൊണ്ടാക്കാൻ പറ്റും എന്ന് തിങ്ക് ചെയ്യുന്ന ആ ഒരു മൊമെൻറ്റിൽ നമ്മൾ ആക്ച്വലി അതിനെ ചെയ്യാൻ തന്നെ പേടിക്കും. വി വിൽ ബി ഓൾവേസ് തിങ്കിങ് ദാറ്റ് അതിൻ്റെ എൻഡ് റിസൾട്ട് പെർഫെക്റ്റ് ആയിരിക്കുമോ അല്ലയോ. അതിൻ്റെ കൂടെ എനിക്ക് ആഡപ്പ് ചെയ്യാൻ തോന്നുന്ന ഒരു വൺ ഓഫ് ദ പോയിന്റ് ആണ് നമ്മുടെ പാസ്റ്റ് എക്സ്പീരിയൻസസിൽ നമുക്കുണ്ടായ ചില കാര്യങ്ങൾ നമ്മളെ ഓവർ തിങ്കിങ്ങിലേക്ക് വേണ്ടി തള്ളിയിടും. കാരണം ഇപ്പം ഒരു പെർട്ടിക്കുലർ കാര്യത്തിന് മണ്ടയ്ക്ക് നമുക്ക് പാസ്റ്റിലൊരു നെഗറ്റീവ് റിസൾട്ട് ഉണ്ടായി. സോ നമ്മൾ തിങ്ക് ചെയ്യും, ഇനി അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വീണ്ടും ഉണ്ടാകുമോ, വിൽ ഐ ബി ദെയർ ഇൻ ദാറ്റ് സിറ്റുവേഷൻ വൺസ് അഗെയിൻ. സോ അതിനാണ് നമ്മൾ എപ്പോഴും ഒരു കാര്യം കോട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കിന് വേഴ്സ്റ്റ് കേസ് സിനാരിയോ എന്ന് നമ്മൾ പറയുന്നത്. സോ ഇറ്റ് ഈസ് വൺ ഓഫ് ദ റീസൺ വിച്ച് ആഡ് ഓൺ ടു ദിസ് ടു പുട്ട് എനി പേഴ്സൺ ഇൻ ടു എ സ്റ്റേജ് വെയർ ഹി ഈസ് ഓവർ തിങ്കിങ് അഗെയിൻ ആൻഡ് അഗെയിൻ ഓൺ എ പെർട്ടിക്കുലർ ടോപ്പിക്. ഓക്കെ, ഡ്യൂറിങ് അവർ ഓവർ തിങ്കിങ് ഫേസ് നമുക്ക് ഇങ്ങനത്തെ ഒരു മിസ്കൺസെപ്ഷൻ നമുക്കുണ്ടാവും. ലൈക്ക് നമുക്ക് ഇങ്ങനെ ഫീൽ ചെയ്യാൻ തുടങ്ങും, ലൈക്ക് വി ക്യാൻ കൺട്രോൾ ദി എൻവയറൺമെൻറ്റ്.
But what actually happens is that nothing changes. Until and unless we do anything, things will not change. അങ്ങനെ നമ്മൾ ഇതിനെ എല്ലാത്തിനെയും കൂടെ സമപ്പ് ചെയ്ത് നമ്മുടെ ഉള്ളിൽ ഓവർ തിങ്ക് ചെയ്യാനുള്ള ഒരു ബിഹേവിയർ ഓർ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ടെൻഡൻസി സ്ലോലി ഡെവലപ്പായി നമുക്ക് അതിലൊരു അഡിക്ഷൻ വന്നു കഴിയുമ്പോഴത്തേക്കിന് പിന്നെ നമ്മൾ മൈന്യൂട്ട് തിങ്സിൽ വരെ വിൽ സ്റ്റാർട്ട് ഓവർ തിങ്കിങ്. ലൈക്ക് നമുക്കിപ്പോൾ ഒരു ടെക്സ്റ്റ് മെസ്സേജ് വന്നു, വിൽ സ്റ്റാർട്ട് ഓവർ തിങ്കിങ്. നമ്മൾ റിപ്ലൈ ചെയ്യാതെ നമ്മൾ മെസ്സേജ് അവർ എന്തുകൊണ്ട് അയച്ചു, അല്ലെങ്കിൽ അവരുടെ മെൻ്റൽ ഫേസ് എന്താണ്, അല്ലെങ്കിൽ ദേ ആർ ജഡ്ജിങ് അസ്. So now we will discuss about the various problems of overthinking. Like ഇതുപോലെ നമുക്ക് ഓവർ തിങ്കിങ് വന്ന് കഴിയുമ്പോഴത്തേക്കിന് ഒബ്വിയസ്ലി നമുക്ക് ഡിസിഷൻസ് എടുക്കാൻ പറ്റത്തില്ല. വി ലാക്ക് ഡിസിഷൻ മേക്കിംഗ്. സോ ഇത് കാരണം നമ്മുടെ എൻറ്റയർ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെ ഒരു നെഗറ്റീവ് impression. So this negative impression can make our things go worse when it comes to all phases of our life, especially when it comes to our education, our friendly bonds, our relationships, anything. ഇതിനകത്തൊക്കെ അതിൻ്റെ ഒരു നെഗറ്റീവ് ഇംപ്രഷൻസ് ഉറപ്പായിട്ടും ഉണ്ടാവും, ത്രൂ വിച്ച് വി വിൽ സഫർ ഇൻ ഫ്യൂച്ചർ. ഈ എൻറ്റയർ സിനാരിയോനെ നമ്മൾ അനലൈസ് ചെയ്യുമ്പോഴത്തേക്കിനും ഓവർ തിങ്കിങ് എപ്പോഴും ഒരു തെറ്റാണ്. വെൻ വി അനലൈസ് ക്രിട്ടിക്കൽ തിങ്കിങ് വിത്ത് ഓവർ തിങ്കിങ് ആക്ച്വലി രണ്ടും ഡിഫറെൻ്റ് ആണ്. സോ ഇഫ് വി ഡിഫറൻഷിയേറ്റ് ബോത്ത് ക്രിട്ടിക്കൽ തിങ്കിങ് വിത്ത് ഓവർ തിങ്കിങ്, we can say that critical thinking, as we are humans, it is very necessary for our existence. ഏതൊരു പ്രോബ്ലമിനെ അനലൈസ് ചെയ്യാൻ ക്രിട്ടിക്കൽ തിങ്കിങ് നമ്മളെ ഹെൽപ്പ് ചെയ്യും. ബട്ട് ക്രിട്ടിക്കൽ തിങ്കിങ് ഡസൻറ്റ് മീൻ ദാറ്റ് വൺ ഹാവ് ടു ഓവർ തിങ്ക് അബൌട്ട് ദ പ്രോബ്ലം ടിൽ ദ ഡീപ്പ്. ഇപ്പോൾ ഒരു കാര്യത്തിനെ നമ്മൾ അനലൈസ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഏറ്റവും ഡീപ്പിൽ പോയിട്ട് അതിനെ അനലൈസ് ചെയ്യണമെന്നല്ല ക്രിട്ടിക്കൽ തിങ്കിങ്ങിൻ്റെ അർത്ഥം. അങ്ങനെ ഇതുവരെ നമ്മൾ കൃത്യമായിട്ട് ഓവർ തിങ്കിങ്ങിനെ അനലൈസ് ചെയ്തു, ഓവർ തിങ്കിങ്ങിനെ ക്രിട്ടിക്കൽ തിങ്കിങ്ങുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്തു. Now we will come to the end of this video in which we are going to discuss how can we stop overthinking. So overthinkingൻ്റെ ഈ ഒരു പ്രോബ്ലത്തിന് വൺ സൈസ് ഫിറ്റ് ഫോർ ഓൾ ആ ഒരു സിസ്റ്റം ഇല്ല. കാരണം നമുക്ക് എല്ലാവർക്കും ഒരേ ഒരു സൊല്യൂഷൻ കൊണ്ട് ഇതിനെ നമുക്ക് തടയാൻ പറ്റത്തില്ല. So we all are different by our nature, by our character. So we will have to figure out our own way. At the same time, നമുക്ക് എല്ലാവർക്കും കോമൺ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ചില റെമഡീസിനെ പറ്റി നമുക്ക് നോക്കാം. So the first one will be meditation. I personally think it will benefit most of the people. Other than meditation, ആക്ച്വലി തിങ്കിങ് നമ്മുടെ ഏതൊരു കേസിലാണെങ്കിലും നമുക്ക് തിങ്ക് ചെയ്തേ പറ്റൂ. കാരണം നമുക്ക് എക്സാമിന് പ്രിപ്പയർ ചെയ്യണമെങ്കിലും, നമുക്കൊരു ട്രാവൽ പ്ലാൻ ചെയ്യണമെങ്കിലും, നമുക്ക് മാസ്റ്റേഴ്സിന് പ്രിപ്പയർ ചെയ്യണം, എന്തൊരു കാര്യം നമ്മൾ ചെയ്താലും പ്രോപ്പർ പ്ലാനിങ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. പക്ഷേ അവിടെ നമുക്ക് വേഴ്സ്റ്റ് കേസ് സിനാരിയോനെ പറ്റി പ്ലാൻ ചെയ്യാം, ബെസ്റ്റ് കേസ് സിനാരിയോനെ പറ്റി പ്ലാൻ ചെയ്യാം. പക്ഷേ അവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിൽക്കേണ്ട ഒരു കാര്യം, അല്ലെങ്കിൽ അവിടെ എക്സിസ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ് പ്രോപ്പറായിട്ടൊരു ബാലൻസ് ഉണ്ടായിരിക്കുക രണ്ടിനെയും പറ്റി. When it comes to both worst case scenario as well as the best case scenario, പ്രോപ്പർ ബാലൻസിൻ്റെ കൂടെ തന്നെ സോ ഇത് ലൈഫിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സെറ്റ് എ ടൈമർ ഫോർ യുവർ തിങ്കിങ്. ലൈക്ക് ഇപ്പം ഫോർ എക്സാമ്പിൾ നമുക്ക് പറയുകയാണെങ്കിൽ ഇപ്പം എനിക്ക് ഈ ഒരു സബ്ജക്റ്റിന് വേണ്ടി ഒരു ബുക്ക് റെഫർ ചെയ്യണം. സോ അത് ഏത് ബുക്ക് അല്ലെങ്കിൽ ഏത് ബുക്കിനെ ഞാൻ റെഫർ ചെയ്യണം എന്ന് മൈൻഡിലുണ്ടെങ്കിൽ അതിനെപ്പറ്റി നമുക്ക് തിങ്ക് ചെയ്യാം. ആൻഡ് നമ്മളതിനെ പേഴ്സണലി നമ്മൾ പറയുക ഐ വിൽ തിങ്ക് അബൌട്ട് ഇറ്റ് ഫോർ 5 minutes അല്ലെങ്കിൽ ഒരു 1 minute. അതിനുശേഷം എന്ത് ഡിസിഷനാണോ ഞാൻ എടുക്കുന്നത് ഐ വിൽ സ്റ്റിക്ക് ഓൺ ടു ഇറ്റ്. സോ ദ അനദർ തിങ് നമുക്കിവിടെ യൂസ് ചെയ്യാൻ പറ്റുന്നത് ചാലഞ്ച് യുവർ സെൽഫ്. ലൈക്ക് നമുക്കറിയാം എപ്പോഴും ഒരു കാര്യം നമ്മൾ ചെയ്യുന്നതിന് മുമ്പ് ഇതിൻ്റെ വേഴ്സ്റ്റ് കേസ് സിനാരിയോയിലേക്ക് നമ്മൾ എപ്പോഴും ചിന്തിക്കും. കാരണം ഇതുണ്ടായി കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും. ഓക്കെ, അങ്ങനെ ചിന്തിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. അറ്റ് ദ സെയിം ടൈം അതുണ്ടാവാനുള്ള പ്രോബബിലിറ്റിയും നിങ്ങൾ ചെക്ക് ചെയ്യുക. ഫോർ എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾ യു ആർ ഗോയിങ് ഫോർ എ ഫ്ലൈറ്റ് ട്രിപ്പ് അല്ലെങ്കിൽ യു ആർ ട്രാവലിംഗ് ഓൺ റോഡ്. സോ അവിടെ നിങ്ങൾക്കൊരു ആക്സിഡൻറ്റിൻ്റെ പ്രോബബിലിറ്റിയോ ആക്സിഡൻറ്റ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. സോ നിങ്ങൾക്ക് വേണമെങ്കിൽ ദി എൻറ്റയർ വീക്ക് ഓർ ദി എൻറ്റയർ മന്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഓവർ തിങ്ക് ചെയ്യാം. അയ്യോ ഞാനിങ്ങനെ പോകുന്ന സമയത്ത് the plane might crash or the bike can met with an accident. സോ അങ്ങനെ തിങ്ക് ചെയ്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ 1 month സ്പെൻഡ് ചെയ്യാം, 1 week സ്പെൻഡ് ചെയ്യാം. ബട്ട് അറ്റ് ദ സെയിം ടൈം നിങ്ങൾ അതിൻ്റെ പ്രോബബിലിറ്റി ചെക്ക് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും അറിയാൻ പറ്റും ദാറ്റ് ചാൻസസ് ആർ ദെയർ ബട്ട് ഇറ്റ് ഈസ് നോട്ട് 100%.
സോ ആക്ഷൻസിൽ നിന്ന് രക്ഷപ്പെടാനാണോ നിങ്ങൾ ഓവർ തിങ്ക് ചെയ്യുന്നത്? ഇതൊക്കെ സെൽഫായിട്ട് അനലൈസ് ചെയ്യുക, കൃത്യമായിട്ട് നിങ്ങൾ അനലൈസ് ചെയ്യുക. ഈ ഒരു ഫാസ്റ്റ് മൂവിങ് വേൾഡിൽ നമ്മൾ എല്ലാത്തിനെയും പറ്റി ചെക്ക് ചെയ്യും. ലൈക്ക് ഒരു പ്രൊഡക്റ്റ് വാങ്ങിക്കുന്നതിന് മുമ്പ് പ്രൊഡക്റ്റ് റിവ്യൂ ചെയ്യാറുണ്ട്, നമ്മളെല്ലാം കാര്യത്തിനെ പറ്റി ഡീപ്പായിട്ട് നമ്മൾ നോളജ് ഗെയിൻ ചെയ്യാറുണ്ട്. ബട്ട് ഹൗ മച്ച് നോളജ് ഡു യു നോ അബൌട്ട് യുവർ സെൽഫ്? ബിക്കോസ് ദാറ്റ് ഈസ് ദ പ്രയർ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് വിച്ച് യു ഷുഡ് ഹാവ്. നിങ്ങളെപ്പറ്റി നിങ്ങൾക്ക് എന്തുമാത്രം അറിയാം? ട്രൈ ടു അനലൈസ് യുവർ സെൽഫ് ആൻഡ് ഡ്യൂറിങ് ദിസ് ഫേസ് യു മൈറ്റ് ഫൈൻഡ് തിങ്സ് വിച്ച് ആർ ഇൻബിൽറ്റ് ഇൻ യു വിച്ച് ഹാവ് ദ ഗ്രേറ്റ് പൊട്ടൻഷ്യൽസ് ഫോർ യുവർ ഫ്യൂച്ചർ, but you might be not knowing. So we'll end this video by telling all my viewers that self-love is very important. You should be compassionate about yourself. അതുപോലെ തന്നെ believe in yourself. The prime aspect അതാണ്. സെൽഫ് ഡൗട്ട് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. ഷോർട്ട് സ്റ്റെപ്പ് എടുക്കുക എപ്പോഴും. ലോങ് ഡിസ്റ്റൻസിനെ പറ്റി ഒരിക്കലും ചിന്തിക്കാതിരിക്കുക. വാട്ട് ആർ യു ഇൻ പ്രസൻറ്റ് ആൻഡ് തിങ്ക് അബൌട്ട് ജസ്റ്റ് ദ നെക്സ്റ്റ് സ്റ്റെപ്പ്, നോട്ട് ദി 100th സ്റ്റെപ്പ്, ബിക്കോസ് അത് ഇനി പ്രോബ്ലമാറ്റിക് ആക്കും. So I'm ending this video. Thank you all for listening to this video. By concluding this video, I would like to tell critical thinking is very important, but overthinking is problematic. Thank you. Till the next video, Jai Hind. Make your parents proud, make your country proud, believe in yourself.